ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആണെങ്കിൽ ഒരു ഡേ ഇൻ അവർ ലൈഫ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ഗബ്രൂട്ട് എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഉറക്കം തെളിഞ്ഞിട്ടില്ല, ഉറക്കം വരുന്നുമുണ്ട്. കണ്ടില്ലേ, ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. ഡോറ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി കിടക്കണം. ഓ എന്നാ എല്ലാവർക്കും ഹായ് കൊടുത്തേ, ഹായ് കൊടു എല്ലാവർക്കും. അത് ഹായ് വെക്കാനല്ല പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡോറയ്ക്ക് വയ്യാതിരിക്കണം, നമുക്ക് ഡോറേനെ എഴുന്നേൽപ്പിക്കാം. അപ്പോൾ നമുക്ക് ഡോറേനെ ആണെങ്കിൽ എഴുന്നേൽപ്പിക്കാം കേട്ടോ. ഇന്നിത്തിരി വേദനയുണ്ട്, അതാണ് ഞാൻ എടുത്തിട്ടേ. അങ്ങനെ നമ്മൾ ഡോറയ്ക്ക് പല്ല് വയ്ക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. പല്ല് വയ്ക്കാനായിട്ട് കൊടുക്കാം. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഡോറേനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം ഫുഡ് കഴിക്കാൻ ഇരുത്താനായിട്ട്. നമ്മളങ്ങനെ നമ്മുടെ ഡോറേനെ അവിടെ കൊണ്ട് ഇരുത്താൻ പോവാണ് കസേരയിൽ. അപ്പോൾ നമ്മൾ ദാണ്ടെ സാവിത്രിയമ്മ ഉണ്ടാക്കിയ ഉള്ളിക്കറിയും ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ ഡോറ ആണെങ്കിൽ ഇപ്പം ഒരു മുട്ടയും ഏത്തയ്ക്കയും കഴിച്ചു. എന്നുവെച്ചാൽ ഒരു മുട്ട എന്ന് വെച്ചാൽ കോഴിമുട്ട അല്ല കേട്ടോ, കാടമുട്ട കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ദോശ കൊടുത്ത് കഴിക്കാനായിട്ട്. പിന്നെ കഷായം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഷായം കൊടുക്കണം. ഗുളിക കഴിച്ചില്ല, ഗുളിക കഴിക്കണം. അപ്പോൾ ദോശ കഴിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അതെ, മിക്ക ദിവസവും രാവിലെ ഇങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ രാവിലെ ഡോറയാണ് എഴുന്നേറ്റ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മാത്രം, എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഇച്ചിരി വേദന ഉള്ളതുകൊണ്ട് നമ്മളിന്ന് കൂടുതലും ഹെൽപ്പ് ചെയ്ത് കൂടെ നിന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഉള്ള ദിവസങ്ങളെല്ലാം ഡോറ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തോട്ട് വയ്ക്കാം. റിക്കവറായി വരുന്നുണ്ട്. വേദനയൊക്കെ ഇച്ചിരി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ദിവസങ്ങൾ, ഇന്നലെ ചില മഴയൊക്കെ ഉണ്ട്. ഈ തണുപ്പുള്ള സമയത്തൊക്കെ അത്യാവശ്യം ഇച്ചിരി വിരലിന്റെ ഈ ഭാഗത്ത് വേദനയുണ്ട്, പിന്നെ ഈ വിരലിന് വേദനയുണ്ട്, പിന്നെ ഈ ഷോൾഡറിന് വേദനയുണ്ട്, കാലിന് മുട്ടിന് വേദനയുണ്ട്. ഈ ഷോൾഡറിന് വേദന കൂടുമ്പോൾ എനിക്ക് എടുക്കാനും പറ്റത്തില്ല, കൈ താങ്ങും. അപ്പം എടുക്കുന്നത് വേറെ രീതിയിലാണ്. ഇന്നലെ രാത്രി നെഞ്ചുവേദനയായിരുന്നു. ഇന്നലെ ഞാൻ പേടിച്ചു, ഇന്നലെ പറയാണ് നെഞ്ചുവേദന എടുക്കുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ട് എന്താണെന്നറിയില്ല, ഗ്യാസിന്റെ ആയിരിക്കും. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ എക്കോ ഒന്നും കൂടെ എടുക്കണമെന്നുണ്ട്. എക്കോയും കൂടി എടുത്ത് നോക്കാം. ഗബ്രൂട്ടിന് എക്കോ എടുക്കാൻ എന്തായാലും പോകണം. അപ്പോൾ ഇവക്കും കൂടെ എക്കോ എടുത്ത് എന്തായാലും നോക്കാം. ECG എടുത്തപ്പോഴായിരുന്നു വേരിയേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അല്ലാതെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അറിയില്ലല്ലോ. എക്കോയും ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഒരു വട്ടം നമ്മളെല്ലാം ചെക്ക് ചെയ്ത്, അന്നേരം പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അറിയില്ല എന്താണ്. ഗബ്രിച്ച് വന്നാ അവിടെ നോക്കാരാന്ന്. ഹായ് പറഞ്ഞേ. ആരാ ഉപ്പ കൊടുത്തേരെ? എല്ലാവർക്കും എല്ലാവർക്കും ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. സാവിത്രിയമ്മ ഇന്ന് പോകും. ഇന്ന് 11 മണിക്കത്തെ ട്രെയിന് പോകും സാവിത്രിയമ്മ. അത് പറഞ്ഞു എന്തായാലും നീറ്റല്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാവേ. അതെ, അപ്പോൾ നമ്മുടെ ഡോറ ആണെങ്കിൽ മരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. കഷായം ഗുളിയൊക്കെ എടുത്ത് വെച്ചേക്കാം. കഷായം എന്താണ്, കുറച്ച് കഷായം അവള് കുടിച്ചു. അര ഗ്ലാസ് കഷായം ഉള്ളു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്. പിന്നെ ഗുളിക, പിന്നെ വേണ്ട അരിഷ്ടമുണ്ട്, പിന്നെ ഒരു പൊടിമരുന്നും കൂടെ ഉണ്ട്. പിന്നെ ഒരു പൊടിമരുന്നുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ, അതും കൂടെ കുടിക്കും. കഷായം കുടിക്കാം. അമ്മയിപ്പോ കഷായം ഇട്ടിരുന്ന്, ഞാൻ നേരത്തെ കൽക്കണ്ടപ്പൊടി ഇടുന്നു. അമ്മയാണ് കൽക്കണ്ടപ്പൊടി ഒന്നും വേണ്ട, കഷായം പോലെ കുടിച്ചാൽ മതി. കഷായം കുടിക്കാം.
ഇനി അരിഷ്ടം ഇരിപ്പുണ്ട്, ഗുളിക ഇരിപ്പുണ്ട്. നമ്മുടെ ഡോക്ടർ സെയ്ദ് ഷിറാസിന്റെ ട്രീറ്റ്മെന്റ് ആട്ടോ. ഈ ഗുളികയുടെ പേര് കേൾക്കണം. എന്തുവാ? അയ്യോ കൈശോ. അയ്യോ ഈ ആയുർവേദ ഗുളികകളെല്ലാം വായിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. അയ്യോ ആ സാധനം വായിക്കുന്നതിന്റെ പകുതി അതിനകത്തോട്ട് കയറിപ്പോയി. എനിക്കൊന്നും ഇത് സംസ്കൃതത്തിന്റെ ഭാഷയാണെന്ന് തോന്നുന്നു. കൈശോര ഗുരു ഗുളിക. അയ്യോ എന്തി കൊടുത്ത ഗുളിക? എന്തി? ആ എവിടെ പോയി? ഗുളിക എടുത്തിട്ട് എവിടെ കൊണ്ട് കളഞ്ഞിട്ട്? ഇവിടെ അങ്ങനെ ഉണ്ടാ? ഇല്ലല്ലോ. ഗുളിക കഴിക്കാം. കഷായം പോട്ടെ. അരിഷ്ടം 30 ml. ഇത് 30 ml കൂടുതലുണ്ടല്ലേ? അതങ്ങ് തീർത്തേക്കാം. ഓ അങ്ങനെയാ. വേറെ ബോട്ടിലുണ്ട് ഈ മാസം തന്നത്. അതും ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തീർക്കത്തോളൂ ഇവള്. ആ നേരത്തെ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ ഇല്ല. അപ്പോൾ കൂട്ടുകാരെ, ഡോറയും കുഞ്ഞിനെ നമ്മൾ റൂമിനകത്ത് കിടത്തി. വയ്യാലോ ഡോറയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമിനകത്ത് കിടത്തി. നമുക്ക് ഇന്ന് കിട്ടിയ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാളമീൻ കിട്ടി കേട്ടോ. ഇത് ഓരോടത്തും ഓരോ റേറ്റ് ആയിരിക്കും പറയുന്നത്. നല്ല വലുതൊക്കെ കിട്ടി. ഇച്ചിരി ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ നാസിയുടെ നിന്ന് മേടിച്ച കേട്ടോ. ഇത് ഇച്ചിരി ആ കൂട്ടത്തിൽ കിടന്നൊന്ന് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല വലുതാണ്ട, നല്ല വലിയ വാളമീൻ. നമ്മളിപ്പം ഒരു 3 എണ്ണം എടുത്തേക്കുന്നത് കണ്ടില്ലേ, 3 വാളമീൻ എടുത്തേക്കുന്നത്. അതിനി വൃത്തിയാക്കി നമുക്ക് സാവിത്രിയമ്മ പോയി കേട്ടോ. അപ്പം അമ്മ പോകുന്നതിന് മുമ്പേ അമ്മ എന്താണെന്ന് വെച്ചാൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് അടച്ചിടണം. ചോറ് വെച്ചു. കറിക്കുള്ള അരപ്പമ്മ എല്ലാം കലക്കി തിളപ്പിച്ച് വെച്ചിട്ട് പോയി. പിന്നെ പയറും മെഴുക്കുവരട്ടി അമ്മ വെച്ചിട്ടാണ് പോയത്. ഞാനിപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ഇനി മീനാണെങ്കിൽ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കറിക്കകത്തോട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി എനിക്കതേ ഉള്ളൂ പണി. ഇന്ന് വേറൊന്നും ചെയ്യുന്നില്ല, എല്ലാം കൂടെ പറ്റത്തില്ല ഇന്ന്. അതുകൊണ്ട് എനിക്കിനി കരുനാപ്പള്ളിയിലും പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യുന്നില്ല, ഇത്രയും മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് വെട്ടിക്കഴുകി കറിയാക്കിയതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കി അതിൻ്റെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫേസൊക്കെ ഇരുട്ടായിട്ട് കാണുന്നത്. നമ്മൾ അമ്മ ചൂടാക്കി വെച്ച ചാറുണ്ട്, മീൻ ചാറുണ്ട്. നമുക്കതിലേക്ക് ഈ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വാള ഞാൻ എന്താ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. കണ്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കഴുകി വെച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോൾ മീൻ വെട്ടി കഴുകിയാലും കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് നേരം മീൻ വെച്ചേക്കുവേ, ആ ഉളുമ്പ് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം ഞാൻ കഴുകി എടുക്കത്തുള്ളൂ. കുറച്ച് നേരം അങ്ങനെ വെച്ചേക്കും. എന്നിട്ട് അതിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് 3-4 തവണ കഴുകി എടുക്കും. അപ്പോൾ നല്ല രീതിയിൽ ഉളുമ്പ് മണവും കാര്യങ്ങളൊക്കെ പോകും. കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് തേടൊക്കെ വാങ്ങിക്കുന്ന സമയത്താണ്. പണ്ട് നേരത്തെ നമ്മളിട്ട വീഡിയോയ്ക്ക് അത് ചോദിച്ചായിരുന്നു, ഈ തേടെന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു. പലയിടത്തും പല രീതിയിലാണ് അതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെ തേടെന്നാണ് അറിയപ്പെടുന്നത്. ഈ നമ്മുടെ ആഫ്രിക്കൻ മുഷി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു തരം മീനാണ്. അപ്പോൾ നമ്മൾ വേണ്ട അരി അടച്ചിടാൻ പോവാണ്. അരി എന്തോ അരി അങ്ങനെ അടച്ചിട്ടു നമ്മൾ. എടുക്കല്ലേ ഇവിടെ ഗബ്രൂട്ടൻ നിൽപ്പുണ്ട്. ഉറക്കത്തിൽ നിന്ന് കൊണ്ട് എഴുന്നേറ്റ് ഒന്ന് നിൽക്കുക. അങ്ങനെ ചോറും കറിയും എല്ലാം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കറി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നു. ചോറും എല്ലാം ആക്കി. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കുമ്പം കാണാം കേട്ടോ. അപ്പം നമ്മൾ വേണ്ട ഉച്ചയ്ക്കത്തെ ഊണ് റെഡിയാക്കി. ഡോറയ്ക്കുള്ള ചോറ്, ഗബ്രൂട്ടനുള്ളത്, ഇനി കറികൾ എടുത്തുകൊണ്ട് വരണം. കറി നല്ല ഒന്നാന്തരം വാളക്കറി. ഇതിൻ്റെ ചാറ് സാവിത്രിയമ്മ വെച്ചിട്ട് പോയി. ഇത് മീൻ വെട്ടി ഇട്ടത് മാത്രമേ എൻ്റെ പണിയുള്ളൂ. ഇത് സാവിത്രിയമ്മ വെച്ചിട്ട് പോയതാണ്. രാവിലെ തന്നെ വെച്ച്
നമുക്ക് ഗബ്രൂട്ടന് വേണ്ടിയിട്ട് ഇത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഓയിലാണ്. ഇത് ജസ്റ്റ് ഇച്ചിരി ഞാൻ ചോറിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഗബ്രൂട്ടന്. ഇത്രയൊന്നും കഴിക്കത്തില്ല, ശകലേ കഴിക്കത്തുള്ളൂ, എന്നാലും കഴിക്കുന്നത്. ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് ഇച്ചിരി ചാറും കൂടെ ഒഴിച്ച് ഇവിടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഉണ്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗബ്രൂട്ടൻ ഇനി ചോറ് കൊടുക്കാം. അപ്പോൾ ഇത് ഡോറയും കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. ഇച്ചിരി ചാറ് ഒഴിച്ച് വെക്കാം. മീൻ കണ്ട ഇവൻ പിന്നെ ആണെങ്കിൽ അതേ കഴിക്കും. മീൻ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കൻ പിന്നെ ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കും. ചോറ് കഴിക്കത്തില്ല, പിന്നെ മീൻ മാത്രം കഴിക്കും, അല്ലെ ചിക്കൻ മാത്രം കഴിക്കും പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ കുത്തി അടച്ചിരിക്കും. ചോട്ടെ അങ്ങോട്ട് നോക്കിയേ. ഹായ് ഹായ് പറ, ഹായ് പറ. ജാട ചോറ് കഴിക്കാം നമുക്ക്. ചോറ് വേണ്ടിട്ടാ. അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ ചോറ് കൊടുത്തിട്ട് കാണാവേ. ഗബ്രൂട്ടന് ചോറ് കൊടുത്തിട്ടേ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നേ കേട്ടോ. എന്തിനാ ഈ വിളിക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? ഇതുപോലെ അവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ഒരു മഞ്ഞക്കളറിയാം, കോരിക്കളയാനാ. അപ്പയിട്ടിട്ട് വിളിക്കുക കോരിക്കളയാൻ. കഴിക്കാൻ കയ്യൊന്നിട്ട് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇനി അത് കോരിക്കളയട്ടെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇതായിരുന്നു ഡേ ഇൻ മൈ ലൈഫ്. ഡോറയും കുഞ്ഞിനെയും മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കിടത്തി. ഞങ്ങളുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി. ഭയങ്കര മഴ. അവിടെയൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഒരു ലൈഫ്, ഒരു ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ രാത്രി വീഡിയോ എടുക്കാൻ ഞാനിവിടെ ഉണ്ടാവത്തില്ല, എനിക്കൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം എനിക്ക് പുറത്തോട്ട് വന്നിട്ട്. അതുകൊണ്ട് നമ്മുടെ ഡേ ഇൻ അവർ ലൈഫ് ഇന്ന് ഇവിടെ കൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വരണം, ഒരു ചെറിയൊരു രീതിയിൽ ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാനായിട്ടുള്ളൊരിത് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല, എല്ലാം ഞങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാചകമൊക്കെ ആകുമ്പോഴും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഇത് വരും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും ഒരു സമയം നമുക്ക് കിട്ടാറില്ല പലപ്പോഴും. അതാണ് നമ്മൾ ഇങ്ങനത്തുള്ള വീഡിയോസൊന്നും അധികം എടുക്കാത്തത്. കുക്കിംഗ് വീഡിയോസ്, പിന്നെ ഈ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട്. മഴ കാരണം ഭയങ്കര സൗണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഭയങ്കര സൗണ്ടാണ്, നമ്മൾ ഷീറ്റിൻ്റെ മേലെയും വെള്ളം വീഴുന്നുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഡോറ ഇനിയും പഴയതുപോലെ ബെറ്ററായി വരും എന്ന് വിശ്വസിക്കുന്നു. ബെറ്ററായി വരട്ടെ. അപ്പം ആ ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരെയും കൂട്ടുകാരെ, ബൈ ബൈ.